എല്ലാവർക്കും നമസ്കാരം. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്ക ആളുകളും ചിന്തിക്കുന്നത് കുറെ പ്രൊഡക്റ്റ് വാങ്ങുക, ഉപയോഗിക്കുക, വെയിറ്റ് കുറയ്ക്കുക. ഈ ഒരു ചിന്താഗതിയിൽ തന്നെയാണ് മിക്ക ആളുകളും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വരുന്നത്. എന്നാൽ ശരിക്കും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് എന്നത് കേവലം ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നത് ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. ഹെൽത്തി വേയിലൂടെ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് സാധിക്കുന്നു. അതുകൂടാതെ നമ്മുടെ വെയിറ്റ് ലോസ് വളരെ പെർഫെക്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ജീവിതം നല്ലൊരു ആരോഗ്യത്തോടെ ജീവിക്കാനും നമ്മൾ ഈ ഒരു പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മൾ വെയിറ്റ് ലോസ് വളരെ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബോഡിനെ തന്നെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ റിസൾട്ടുകളെല്ലാം തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന റിസൾട്ടുകളെല്ലാം തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടുണ്ട്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് സമയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ റിസൾട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യമാണ് ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത്. തുടക്കത്തിൽ പറഞ്ഞ എല്ലാ റിസൾട്ടുകളും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ കാര്യങ്ങൾ അറിഞ്ഞ് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ 3 കാര്യത്തിലാണ് ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയിട്ട് നടന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 3 കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ആയാൽ മാത്രമാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സക്സസ്ഫുൾ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യമാണ് ഫോക്കസ്ഡ് ആയിരിക്കണമെന്ന് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈറ്റ് ആൻഡ് വെയിറ്റ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മെഷർമെന്റ് ആണ് നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ വെയിറ്റും. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ് നിങ്ങൾ കൃത്യമായിട്ട് സെന്റിമീറ്ററിൽ മെഷർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എത്ര കിലോ ആണ് ഐഡിയൽ വെയിറ്റ് ആവാനായിട്ട് കുറയ്ക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് 170 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് 100 കുറയ്ക്കുക. 100 കുറച്ചാൽ ലഭിക്കുന്നതാണ് 70. അപ്പോൾ ഈ 70 ആണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര കിലോ ഭാരം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 170 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമായുള്ള ഭാരം എന്ന് പറയുന്നത് 70 കിലോഗ്രാം മാത്രമാണ്. ഈ 70 കിലോയ്ക്ക് വർക്കാവുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മുടെ ശരീരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കൃത്യമായിട്ടുള്ള ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ശരീരം വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഐഡിയൽ വെയിറ്റിൽ നിന്ന് 1 കിലോ കൂടിയാലും 2 കിലോ കൂടിയാലും 3 കിലോ കൂടിയാലും നമ്മുടെ ഓർഗൻസ് ഒന്നും തന്നെ വലുതാവുന്നില്ല. നമ്മുടെ ഓർഗൻസിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും വർദ്ധിക്കുകയേ ഉള്ളൂ. ഇതുപോലെ നിരന്തരമായിട്ട് നമ്മുടെ ഓർഗൻസിന് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്നു എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസ് എല്ലാം ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് എപ്പോഴും നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിൽ വെക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ, നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ, കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടത് അത് അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രോഗ്രാമിലോട്ട് എൻ്റർ ആവുക. ഫസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കുറയ്ക്കേണ്ടതും നിങ്ങളുടെ വെയിറ്റ് തന്നെയാണ്. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിലോട്ട് വരാനായിട്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഡെയിലി ബേസിൽ പ്രോഗ്രാം ഫോളോ ചെയ്യുക. നമ്പർ 2, ബോഡി ഫാറ്റ്. വെയിറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ബോഡി ഫാറ്റും. ഇത് നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിനെ അല്ല പറയുന്നത്, നമ്മുടെ ബോഡി ഫാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ അടിയിരിക്കുന്ന ഫാറ്റ്, അതുപോലെ നമ്മുടെ അവയവങ്ങൾക്ക് ചുറ്റുമുള്ള ഫാറ്റ്, ഇതിനെയാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫാറ്റും ഫോക്കസ് ചെയ്ത് റെഡ്യൂസ് ചെയ്താൽ മാത്രമാണ് കൃത്യമായ റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. ബോഡി ഫാറ്റ് നോക്കുവാണെങ്കിൽ ജെൻസിന് 10-നും 20-നുള്ളിലാണ് വേണ്ടത്, ലേഡീസിന് 20-നും 30-നുള്ളിലാണ് വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ബോഡി ഫാറ്റ് കൂടുവാണെങ്കിൽ നമുക്ക് നിറയെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ബോഡി ഫാറ്റ് കൂടുതലുള്ളത് തന്നെ നമുക്ക് വരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മടി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിലെ ബോഡി ഫാറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓൾ ഡേയിൽ വളരെ ക്ഷീണമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിലെ ബോഡി ഫാറ്റ് കൂടുതലായിരിക്കും. ബോഡി ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് നമുക്ക് ഒട്ടും തന്നെ നല്ലതല്ല. നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളെ തകർക്കാനും ഈ ബോഡി ഫാറ്റ് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് ബോഡി ഫാറ്റ് കൂടെ കുറയ്ക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എത്രയാണോ ബോഡി ഫാറ്റ് വേണ്ടത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്യുക. ബോഡി ഫാറ്റ് കൂടെ കുറയ്ക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കുറയ്ക്കുക. നമ്പർ 3, BMI, ബോഡി മാസ് ഇൻഡെക്സ്. ഓൾറെഡി എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും BMI എന്നുള്ളത്, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തിയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ BMI കൂടി കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. BMI നമുക്ക് വേണ്ടത് 19-നും 23-നുള്ളിലാണ്. 19 to 23-നുള്ളിലാണെങ്കിൽ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. 23-നേക്കാൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് നിറയെ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള മോർ ചാൻസസ് ആണ്.
ഇനി ഈ ഒരളവ് സെന്റിമീറ്ററിൽ നോക്കുവാണെങ്കിൽ പുരുഷന്മാർക്ക് 90 സെന്റിമീറ്ററിൽ താഴെയാണ് നിങ്ങളുടെ പുക്കൽ ചുറ്റളവ് വരേണ്ടത്. സ്ത്രീകൾക്ക് നോക്കുവാണെങ്കിൽ 80 സെന്റിമീറ്ററിൽ താഴെയും. ഈ ഒരു അളവിൽ താഴെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ വെയിറ്റ്, ഫാറ്റ്, BMI. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിൽ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ്, ഫാറ്റ്, BMI ഈ 3 കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ ഗ്രാജുവലി കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ പോലെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ലഭിക്കുന്നതാണ്, സ്കിൻ ഇംപ്രൂവ്മെന്റ് ലഭിക്കുന്നതാണ്, ഇഞ്ചസ് ലോസ് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ടോട്ടൽ ബോഡിയിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വാങ്ങി നിങ്ങൾ തോന്നിയ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ 3 കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആയുള്ള കോച്ചിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുക, കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നല്ലൊരു കോച്ചിന്റെ ഗൈഡൻസിൽ പ്രോഗ്രാം ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ്, ഫാറ്റ്, BMI ഈ 3 കാര്യങ്ങളും ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൂടാതെ തന്നെ ഈ 3 കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കുറച്ചാൽ മാത്രമാണ് നിങ്ങൾ കുറച്ച വേണേ നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾ നോർമലിൽ എത്തിക്കാതെ നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ അളവിൽ കൃത്യമായിട്ട് എത്തിക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ന്യൂട്രീഷൻ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഈ കാര്യങ്ങളൊന്നും കുറയ്ക്കാതെ നിങ്ങൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് വെയിറ്റ് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ ഗൈഡൻസിൽ, കോച്ചിന്റെ അഡ്വൈസറോടുകൂടി, കോച്ചിന്റെ ഗൈഡൻസോടുകൂടി, കോച്ചിന്റെ മോണിറ്ററോടുകൂടി കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നത് കേവലം ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ ടോട്ടൽ ബോഡിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള വെയിറ്റ് ലോസ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക, നല്ല ആരോഗ്യത്തോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ ആയിരുന്നായിരിക്കും. ഇത്രമാത്രം കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ, ഹെർബാലൈഫ് ഫോളോ അപ്പുമായി ബന്ധപ്പെട്ടോ, ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കൂടെയാണ്. എല്ലാവരും ഹാപ്പി, ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.